ഹായ്, ഇന്ന് ഞായറാഴ്ച ആയിട്ടേ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടാ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ ഇത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അത് ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഉണ്ടാക്കിയത്. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് ചോറായതുകൊണ്ട് അത് ഇത്തിരി കുഴഞ്ഞു പോയി. അതുണ്ടാക്കി അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഡിമാർട്ടിൽ പോയി. ഞങ്ങൾക്ക് തീർന്ന സാധനങ്ങളെല്ലാം വാങ്ങി. അപ്പം അതിൻ്റെ വാതിക്കെ തന്നെ പിസ്സ 99 രൂപയ്ക്ക് വെജ് പിസ്സ കണ്ടു. പക്ഷെ ഞങ്ങളത് വാങ്ങിച്ചില്ല. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൊതി തോന്നിയിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് പിസ്സ വാങ്ങിച്ചു. കൊതി വന്നിട്ട് വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് ഇവിടെ ചെയ്യാൻ. ആ പണിയെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അത് ഞാൻ നാളത്തേക്കുള്ള പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരുണ്ട് ബാക്കി. ഇത്രയും തൈരുണ്ട്. അപ്പോൾ ഈ തൈര് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നാൽ അതുകൊണ്ട് ഇച്ചിരി പുളിശ്ശേരി ഉണ്ടാക്കാൻ വെള്ളരിക്കയും പഴവും കൂടി കൊണ്ടുണ്ടാക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് പണികളും കൂടി ഉണ്ട്. ഇവിടെ ഡിമാർട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ വച്ചിട്ടേ ഉള്ളൂ. ഇതെല്ലാം എടുത്ത് എൻ്റെ യഥാസ്ഥാനത്തൊക്കെ വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. പിന്നെ തൈര് ഇപ്പം നമുക്കിപ്പോൾ ഭയങ്കര തണുപ്പുള്ള ഒരു കാലാവസ്ഥയല്ലേ. അപ്പം നമ്മൾ തൈര് പുളിക്കണില്ലെങ്കിലേ, ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഇവിടെ തൈര് പുളിക്കാനായിട്ട് ഭയങ്കര പാടാണ് തണുപ്പുള്ള സമയത്ത്. അപ്പം ഞാൻ ചെയ്യണ ഒരു സൂത്രം പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ചെയ്യണത് ഇതുപോലെ നമ്മൾ കുക്കർ എടുത്തിട്ട് രാത്രിയാകുമ്പോൾ ഒഴിച്ചിട്ട് പാലൊഴിച്ചിട്ട് ഈ കുക്കറിൻ്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വാഷറൊക്കെ ഇട്ടതിന് ശേഷം നല്ല ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരം വെളുക്കുമ്പോഴത്തേക്കും തൈര് കൂടി നന്നായിട്ടിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ദോശമാവ് പുളിക്കാതെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാം. ദോശമാവിൻ്റെ അത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിൽ നമുക്ക് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാലും മതി. അത് ദോശമാവൊക്കെ നല്ലോണം പുളിച്ചോളും. പിന്നെ അപ്പത്തിൻ്റെ മാവാണെങ്കിലും നല്ലോണം ഒന്ന് പൊങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അത് റൈസ് കുക്കറിലോ അല്ലെങ്കിൽ ഇങ്ങനെ കുക്കറിലോ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ഇവിടെ തൈരൊക്കെ ഉറവിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഈ പ്രഷർ കുക്കറിനകത്ത് ഇറക്കിയിട്ട് അടച്ച് വയ്ക്കും. അപ്പോൾ നേരം വെളുക്കുമ്പോൾ നല്ല കട്ട തൈരായിട്ടിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനിതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്താന്ന് നോക്കിയത്? എന്താ ഇത്? അതാ സ്കെയില്, റബ്ബർ ആയാ, സ്കെയില്, റബ്ബർ, ഇതാ കട്ടർ, ഇതെന്താ അത് നോക്കട്ടെ. ഇത് കളർ പെൻസിൽ, സ്കെച്ച്. ഇനി ഇതെന്താ ഇത് പൊട്ടിച്ചാണ്? ഇതെന്താ? ഇത് ക്രയോൺസ് കേട്ടാ. ഇതെന്താ? ഇതേ പെൻസിലാട്ടോ. അത് പെൻസിൽ എത്ര ഉള്ള? ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയതായിരിക്കും അല്ലേ? പെൻസിൽ. ഇപ്പം എന്തൊക്കെ കിട്ടി? അത് ചെത്താൻ അറിയാട്ടാ. മനസ്സിലായി, അത് അങ്ങനെ ചെത്തണ ഇതാണെന്ന്. ഇത് കണ്ടത് ഞങ്ങൾ സാൻവിക്കുട്ടിക്ക് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടാ. 59 രൂപയുള്ളൂ. ഇതിൽ കുറേ ക്ലിപ്പുകളുണ്ട്. ക്ലിപ്പ് തലയിലിടുന്ന, ഇങ്ങനെ തലയിലിടാം. ഇതിങ്ങനെ ചെറിയ 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 ക്ലിപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തു തരാം. എടുത്തു തരാം, എടുത്തു തരാം. ബുഷ്
എന്താ ചെറിയ 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 ബുഷ്. സ്കൂളിൽ പോകുമ്പോൾ തലമുടി രണ്ടായിട്ട് കെട്ടി വയ്ക്കാം. ഇങ്ങനെ ഇവിടെയും ഇവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കാൻ വേണ്ടി അമ്മ മേടിച്ചതാണ്. ഇത് ഒരുപാടുണ്ടത്. വേണ്ട, ഒരു കമ്പി എടുത്തിട്ട് കുത്തി. അത്രേ ഉള്ളൂ. ഇനിയുണ്ട്, ഒത്തിരി ഉണ്ട്. കൊള്ളാട്ടെ ഇത്. ഇനി ഉണ്ടെന്നേ അമ്മമ്മ അതിൽ നിന്ന് കുത്തി പുറത്തെടുത്ത് തരാം. ഇത്രയും സാധനങ്ങളുണ്ട്. ഇത്രയും ബുഷും ക്ലിപ്പും കൂടി 59 രൂപ. പിന്നെ ഇതും സാൻവിക്കുട്ടിക്ക് വാങ്ങിയത്. ഇത് 44 രൂപ. ഇത്രയും പെൻസില്, ക്രയോൺസ്, ഇതെല്ലാം കൂടി സ്കെച്ച് പെൻ എല്ലാം കൂടി 44 രൂപ. ഇതെല്ലാം തീർന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം.